ഇന്നത്തെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത്. പക്ഷേ ഗവൺമെൻറ് ജോലിക്ക് വില്ലനായിട്ട് നിൽക്കുന്ന എക്സാംസ് ആണ്. ഇപ്പോഴത്തെ ഒരു പുതിയ വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് എക്സാം ഒന്നും എഴുതാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിലക്കിടലിനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പം ഏതാണ് ജോബെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര ഡേറ്റ് വരെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. PSC എക്സാം ഇല്ലാതെ നമുക്ക് ഗവൺമെൻറ് ജോലി നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവസരം കെ-ഫോൺ നൽകുന്നുണ്ട്. കെ-ഫോൺ എന്ന് പറഞ്ഞാൽ കേരള ഫൈബർ ഓപ്പറേറ്റീവ് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്നാണ്. ഇവർ ടെമ്പററി റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നത്. അപേക്ഷ സമർപ്പിച്ച തീയതി എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ 27 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജനുവരി 10. അപ്പം 2025 ജനുവരി 10 മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇതിന് അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അപ്പം ഇവിടെ ടോട്ടലി 18 വേക്കൻസികളാണ് ഉള്ളത്. ഏതൊക്കെ പൊസിഷനിലാണ് ഒഴിവ് എന്ന് പറഞ്ഞാൽ ചീഫ് ഫിനാൻസ് ഓഫീസറായിട്ടുണ്ട്, മാനേജർ പൊസിഷനുണ്ട്, അസിസ്റ്റൻ്റ് മാനേജർ, പിന്നെ ജില്ലാ ടെലികോം ഓഫീസർ. ഇത്രയും കാറ്റഗറിയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. സാലറി എന്ന് പറയുന്നത് 20,000 തൊട്ട് 2 ലക്ഷത്തിനിടയ്ക്ക് നിൽക്കും. പിന്നെ ഇത് നമ്മൾ ഓൺലൈൻ വഴി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ കെ-ഫോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ സമർപ്പിക്കണം. പിന്നെ ഓരോന്നിനും എത്രയാണ് സാലറി കിട്ടുക, എത്രയുണ്ട് വേക്കൻസി എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ചീഫ് ഫിനാൻസർക്കാണെങ്കിൽ 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിനും ഇടയ്ക്ക് കിട്ടും. മാനേജർ ആൻഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ എത്രയാണ്, 19,000 ആണ്. അസിസ്റ്റൻറ്റ് മാനേജർ ആകുമ്പോൾ 75,000, അസിസ്റ്റൻറ്റ് മാനേജർ ആകുമ്പോൾ 75,000. പിന്നെ ഡിസ്ട്രിക്റ്റ് ടെലികോം ഓഫീസർ ആണെങ്കിൽ 30,000 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് പേ ആണ്. കൂടെ ഇൻസ്റ്റേറ്റീവ് മാക്സിമം അപ് ടു 20,000 ബേസ്ഡ് ഓൺ ടാർഗറ്റ്. അപ്പം ഇതിന് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ആ ടാർഗറ്റിൻ്റെ ബേസിലായിരിക്കും അവർ പേയ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് പറഞ്ഞാൽ ഓരോന്നിനും പ്രായപരിധി അവർ കൊടുത്തിട്ടുണ്ട്. ചീഫ് ഫിനാൻസർ ആണെങ്കിൽ 65 വയസ്സ് കൂടാൻ പാടില്ല, 65 വയസ്സ് താഴെ ആയിരിക്കണം. മാനേജർ നെറ്റ്വർക്ക് പ്ലാൻ ആൻഡ് ഡിസൈനർക്ക് ആണെങ്കിൽ 50 വയസ്സ്, അസിസ്റ്റൻ്റ് മാനേജർക്കാണെങ്കിൽ 40 വയസ്സ്, പിന്നെ റവന്യൂ അസിസ്റ്റൻ്റ് മാനേജർക്ക് 40 വയസ്സ്, ഡിസ്ട്രിക്ട് ടെലികോം ഓഫീസർ ആണെങ്കിൽ 35 വയസ്സിന് താഴെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രായപരിധിയും സാലറിയൊക്കെ തൃപ്തികരമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എക്സാം ഒന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് എൻ്റർ ആവുന്നതാണ്. അപ്പം നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എക്സാം ഒന്നും ഇല്ല, നമുക്ക് അവിടെ പോയി ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ് മനസ്സോടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം ഒരു ഗവൺമെൻറ് ജോലിക്കൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് മെനക്കെട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മൾ നെഗറ്റീവ് അടിക്കരുത്, പോസിറ്റീവായി കരുതുക. കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോട്ടെ എന്ന രീതിയിൽ വേണം എപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, അതിനോട് ഒരു അഭിമുഖീകരിക്കാനായിട്ട്. കിട്ടിയില്ല എന്ന് ഓർത്തങ്ങ് സങ്കടപ്പെടരുത്. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ചാൻസ് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.